ഹായ് ഹലോ. അപ്പം ദാ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചീര പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുത്താനില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. മണിത്തക്കാളി ചീര എന്ന് പറയും. നമ്മൾ റെഡ് ചീര, ഗ്രീൻ ചീര എല്ലാം ഉണ്ട്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലിതാ അതുപോലൊരു വെള്ളപ്പൂവുണ്ട്. അതേപോലെ ഇതിനിതാ ഇതേപോലെ കായുണ്ട്. ഈ കായ ഉണക്കി കറി വെക്കാൻ സൂപ്പർ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ചീരയ്ക്ക് കുറേ പ്രയോജനങ്ങളുണ്ട്, അത് വഴിയേ ഞാൻ പറഞ്ഞു തരാം. ഇത് നോക്കി, ഇതിൻ്റെ കായ നോക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ടേസ്റ്റായിട്ട് തോന്നും. പക്ഷേ കുറച്ച് കയ്പ്പുണ്ട്. ഇലയും കുറച്ച് കയ്പ്പുള്ളത് തന്നെയാണ്. അപ്പം നല്ലതായിട്ട് വേവിച്ച് വെച്ചാൽ വലിയ കയ്പ്പ് ഉണ്ടാകത്തില്ല. ഇതേപോലെ ചീരയുടെ ഇലയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. കായ ഇടാതെ ശ്രദ്ധിക്കണം, കായ ഇട്ടാൽ കുറച്ച് കയ്പ്പ് കൂടും. ഒന്നുമില്ല, കടുക് വറുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇല ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് അത് എണ്ണയിലേക്ക് ഇടുക. സാധാരണ ചീര പോലെ തന്നെ നമ്മൾ ഇടുമ്പോൾ ഒരുപാടുണ്ടാവും. പക്ഷേ അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ സാധാരണ ചീരയെക്കാട്ടി ഒരുപാട് വെള്ളം ഇതിനകത്തുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം. എന്താ നോക്കി, ഇട്ടതിൻ്റെ പകുതി ഇപ്പോൾ ആവും. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതാ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല, നിറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിത് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തീ സിമ്മിൽ വെച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് ഈ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പം എന്താ നമ്മൾ ഇട്ടതിന്നും വളരെ കുറച്ചായത് കണ്ടില്ലേ. ഇതിന് ഇനി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, വെളുത്തുള്ളി. അപ്പം ഇത് കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ. ഇത് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്. ഞാൻ എടുത്തതിൻ്റെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി താൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം ആവശ്യമുള്ളൂ. ഒരുപാട് തേങ്ങ ഇട്ടാൽ തേങ്ങ വേറൊരു ടേസ്റ്റായി പോവും. അപ്പം എന്താ ഇതേപോലെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് നമ്മളൊന്ന് ആവി കയറ്റി നല്ലതായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതാ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മുട്ട് വേദന ഉണ്ടല്ലോ, മുട്ടിൽ ഒരു ലിക്വിഡുണ്ട്. ആ ലിക്വിഡ് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് മുട്ടിന് തേയ്മാനം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ ഒരു ആഹാരം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് അതിനെ നമുക്ക് മുട്ടിലുണ്ടാകുന്ന ആ വേദനയൊക്കെ കുറയ്ക്കുന്നതാണ്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പം ഇതേപോലെ കുട്ടി കുട്ടി വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.